എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് എന്ന് തന്നെ പറയാം. ഇത് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം, ഇല്ലെങ്കിൽ ശർക്കര പാനിക്കകത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടി പോലെ കാക്കിയെടുത്ത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനും പറ്റും. ആ രീതിയിലുള്ള ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ലഡു അല്ലാത്തത് കൊണ്ട് നമുക്ക് പൊടിയെന്ന് തന്നെ പറയാം. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. എള്ള് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് വേണ്ടത് പൊട്ടുകടല വേണം, നിലക്കടല വേണം, പറങ്ങാണ്ടി വേണം, ബദാം വേണം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നെയ്യ് വേണം. ആദ്യമേ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ നമുക്ക് വേണമായിരുന്നു, പറയാനായിട്ട് വിട്ടുപോയി. അവലാണ്, ചുമന്ന അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി. നമുക്ക് ഈ എള്ള് ഇട്ട് വറുത്തെടുക്കാം. എള്ള് നന്നായിട്ട് ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയാം എള്ള് നന്നായിട്ട് മൂക്കുന്നുണ്ട്. ആ പാകമാകുന്നത് വരെ നമുക്ക് എല്ലാം മൂപ്പിച്ചെടുക്കാം. എള്ള് പൊരിയാൻ തുടങ്ങി. എള്ള് കൊണ്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എള്ളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് എള്ള്. പക്ഷേ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ ഗുജറാത്തികൾ പറയും ഗർഭിണികളായ സ്ത്രീകളെ എള്ള് കഴിക്കാൻ പാടില്ല, കാരണം ചൂട് കൂടുതലുള്ള സാധനമാണ് എള്ള്. അപ്പം അബോർഷനാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും എള്ള് കഴിക്കരുതെന്ന് പറയുമായിരുന്നു. ശരിയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഇത് നമ്മൾ കർക്കിടക മാസത്തിലാണ് എള്ള് കഴിക്കുന്നത്. ഗുജറാത്തിലെ ഡിസംബർ ജനുവരി മാസത്തിൽ ഉത്തരായണ ജനുവരി 14-ാം തീയതി അവിടെ പട്ടംപറപ്പിയിലുണ്ട്. ആ സമയത്ത് എള്ളുകൊണ്ടുള്ള എള്ളുണ്ടയും ചിക്കിയും ഒക്കെ അവർ ധാരാളമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അവരിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് എള്ള്. എള്ള് നന്നായിട്ട് പൊരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലോട്ട് അവലിട്ട് വറക്കാം. അവലിനകത്തും നമുക്ക് നെയ്യൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചു കഴിയുമ്പോൾ മുടിയത്തക്ക രീതിയിൽ അവലൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ അവൽ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ എള്ളിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങിടാം. നമ്മൾ എള്ളും അവലും ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് നെയ്യിൽ പതുക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെയ്യ് എടുക്കാം. ഇത് ഓരോന്നിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് ആദ്യമേ നോക്കി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യമേ ബദാം ഇട്ട് കൊടുക്കാം. ബദാമിനാണല്ലോ ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളത്. ബദാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. പറങ്ങാണ്ടി ഒരു പകുതി മൂപ്പായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നിലക്കടല വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അപ്പോഴത്തേക്ക് പാകമാവും. അതുകൊണ്ട് നമുക്ക് പറങ്ങാണ്ടി ഒരു പകുതി മൂത്തു. ഇനി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 3/4 ഭാഗം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നിലക്കടലയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊട്ടുകടല ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം.
ചൂടായാൽ മതി. നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ നിലക്കടല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി വെക്കാം. ശർക്കര പാവ് കാച്ചി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം. ഉരുളിയിലോട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഉരുളിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ്. അത് നമുക്ക് അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ബാക്കിയും കൂടെ തവി കൊണ്ടൊന്ന് ഇളക്കി ഇടട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ട് തിളച്ചു വരും. ഇതെല്ലാം ഈ ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ അങ്ങ് ചേർത്തത്. ശർക്കര ഉണ്ടയോ അല്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കി അരിച്ചൊഴിക്കണം. ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ല, അതുകൊണ്ട് നേരിട്ട് നമുക്കങ്ങ് ഉപയോഗിക്കാം. ഇതിനെയും നൂൽപ്പരുമൊന്നും ആവണ്ട, എന്നാലേ കുറച്ച് വെള്ളം പറ്റണം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്, കാരണം ഇത്രയും സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1-2 മാസത്തോളം കേടാവാതെ വെളിയിൽ തന്നെ ഇരിക്കും. ഫ്രിഡ്ജ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇതിലെ വെള്ളമയമെല്ലാം കളഞ്ഞ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ശർക്കരയൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് 1 സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ. കുറച്ച് ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. പക്ഷെ കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അത് ഒരു 1/2 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനൊരു ബലമൊക്കെ കിട്ടും. ഇച്ചിരി ബലമൊക്കെ ആവാം ഈ കർക്കിടക മാസത്തിൽ. എല്ലാവർക്കും പനിയും ചുമയും പ്രശ്നങ്ങളല്ലേ. കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമുക്കിനി അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. ശർക്കര നൂൽപ്പരുവൊന്നും ആവണ്ട. ഈ പരുവത്തിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കണം. ആദ്യമേ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല, പറങ്ങാണ്ടി, ബദാം, പൊട്ടുകടല എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നീട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും അവലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ലഡ്ഡു ഉണ്ടാക്കേണ്ടവർക്ക് ഈ സമയത്ത് ഉരുട്ടിയെടുക്കാൻ വേണമെങ്കിൽ, ഞാൻ പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നില്ല, കാരണം നേരത്തെ നമ്മൾ മരുന്നിൻ്റെ ലഡ്ഡു ഉണ്ടാക്കാൻ നോക്കിയിട്ട് കൈ കൊള്ളിക്കും. അതുകൊണ്ടിത് പൊടി പോലൊക്കെ ശർക്കരയ്ക്കകത്ത് വരട്ടി സ്പൂണിട്ട് കോരി കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ കഴിച്ചാലും ഇങ്ങനെ കഴിച്ചാലും ഗുണം നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് ഇളക്കിയെടുത്തു. ഈ പാത്രത്തിൽ തന്നെ ഇനി കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സായി മധുരം എല്ലാം ഒരുപോലെ ആയിട്ട് നന്നായിട്ട് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഈ കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലം കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. എള്ളിനകത്തെല്ലാം ധാരാളം വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക.